പത്തനംതിട്ട കോഴഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലും മതിലിലും ഇടിച്ചു അപകടമുണ്ടായി. 3 ദിവസം മുമ്പ് നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. 86-കാരനാണ് വാഹനം ഓടിച്ചത്. ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം. ഷിജോ കുര്യൻ വിവരങ്ങൾ ചെയ്യുന്നത്. ഷിജോ, റിവേഴ്സ് എടുത്താന്ന് തോന്നുന്നു. വല്ലാത്ത റിവേഴ്സായി പോയി. 3 ദിവസം മുമ്പ് കോഴഞ്ചേരി പഴയ തെരുവിന് സമീപമുള്ള എംകിൻസ് ബേക്കറിക്ക് മുമ്പിൽ ഒരു 86 വയസ്സുകാരൻ ഓടിച്ച കാറ് അപകടത്തിൽപ്പെട്ടതിന്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. ബേക്കറിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തിരികെ ഇറങ്ങി വാഹനം റിവേഴ്സ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നമുക്കറിയാം, സാധാരണ നിലയിൽ നിർത്തിയിട്ടിട്ട് വാഹനം പിന്നോട്ട് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് വേണം പിന്നോട്ട് എടുക്കാനായിട്ട്. പക്ഷേ അദ്ദേഹം ആ വണ്ടി എടുക്കുന്ന രീതി കാണുമ്പോൾ ആ വണ്ടി ഗിയറിൽ കിടക്കുകയായിരുന്നു. ഫസ്റ്റ് ഗിയറിൽ കിടക്കുന്ന വണ്ടി ആക്സിലേറ്റർ കൊടുത്തപ്പോൾ മുമ്പോട്ട് പോവുകയും പിന്നീട് ആ വെപ്രാളത്തിൽ അദ്ദേഹം റിവേഴ്സ് ഗിയർ ഇട്ടു. ആക്സിലേറ്ററും അതേ സമയത്ത് തന്നെ കൊടുത്തപ്പോൾ വണ്ടി പിന്നാലെ റോഡിലേക്ക് പോകുന്നതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ അങ്ങേയറ്റം ഒരു ഭയന്ന് പോയി വാഹനം ഓടിച്ച സമയത്താണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സംഭവം കയ്യിൽ നിന്ന് പോയതാണ്. പക്ഷേ ആ സമയത്ത് റോഡിൽ ആരും വരാതിരുന്നത് ഭാഗ്യം. ഒരു വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട്, അത് കൃത്യസമയത്ത് ബ്രേക്ക് ചെയ്തു. ബൈക്കാരൻ വരുന്നുണ്ട്, പുള്ളിയും ബ്രേക്ക് ചെയ്തു. അതുകൊണ്ട് വലിയ അപകടം ഉണ്ടായില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ അപകടത്തിലേക്കൊക്കെ എത്താവുന്നൊരു റിവേഴ്സായി പോയി. ഷിജോ, അതെ കാശ്മീർ, മറ്റു വാഹനങ്ങളൊന്നും അവിടേക്ക് വരാതിരുന്നതും മറ്റ് ആളുകളൊന്നും അവിടെ ഉണ്ടാവാതിരുന്നതുമാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി വലിയ തരത്തിൽ കുറച്ചത്. എന്തായാലും അദ്ദേഹത്തിന് ഈ 86 വയസ്സുകാരനാണ് ഈ വാഹനം ഓടിച്ചത്. ബേക്കറിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തിരികെ വന്ന് വാഹനത്തിൽ കയറി വണ്ടി പുറകോട്ട് എടുക്കേണ്ടതിന്റെ സമയത്ത് റിവേഴ്സ് ഗിയർ ഇടുന്നതിന് മുമ്പ് തന്നെ വണ്ടി സ്റ്റാർട്ടാക്കി ആക്സിലേറ്റർ കൊടുത്തപ്പോഴായിരിക്കാം വണ്ടി മുമ്പോട്ട് കയറി പോയത്. നേരെ വന്ന് ബേക്കറിയുടെ മുമ്പിലേക്ക് കയറുകയും ബേക്കറിയുടെ ചില്ല് ഗ്ലാസ് തകർക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ആ ഒരു പെട്ടെന്നുള്ള ശങ്കയിൽ അദ്ദേഹം റിവേഴ്സ് ഗിയർ ഇട്ട് ആക്സിലേറ്റർ എടുത്ത് പിന്നാലെ വണ്ടി റോഡിലേക്ക് പോവുകയാണ് ചെയ്തത്. മറ്റു വാഹനങ്ങളൊന്നും ആ സമയത്ത് വന്നില്ല, ആളുകളാരും ഉണ്ടായിരുന്നില്ല. അതാണ് വലിയ അപകടം ഒഴിവാക്കിയത്. എന്തായാലും 86 വയസ്സുകാരനും മറ്റു ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബേക്കറിക്ക് ഏതാണ്ട് 80,000 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഹാഷ്മി, 80,000 രൂപ നഷ്ടമോ? അതങ്ങനെ? ബേക്കറിയുടെ ഫ്രണ്ട് ഭാഗം പൂർണ്ണമായിട്ട് ഗ്ലാസ് ഇട്ടാണ് മറിച്ചിരുന്നത്. ആ ഗ്ലാസ് ചില്ല് ഗ്ലാസ് ആണ് പൂർണ്ണമായി പൊട്ടിയത്. അപ്പോൾ അത്തരത്തിലുള്ളത് വലിയ ചെറിയ ഗ്ലാസ് അല്ല, വലിയുള്ള ഗ്ലാസ് തന്നെയാണ്. അപ്പോൾ ആ ഡോർ അടക്കമുള്ള കാര്യങ്ങൾ പൊട്ടിയതിനകത്ത് 80,000 രൂപ കണക്കാക്കുന്നുണ്ട് എന്നാണ് ബേക്കറി ഉടമ പറയുന്നത്. ഓക്കെ, ഷിജോ കുര്യനാണ്. 80,000 രൂപ കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും 86 വയസ്സുള്ള അപ്പച്ചനാണ്. അപ്പോൾ ഒന്ന് കയ്യിൽ നിന്ന് പോയതാണ്. എന്തായാലും വലിയ ദുരന്തമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇനി വണ്ടി ഓടിക്കുമ്പോൾ അദ്ദേഹം സൂക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.